വയനാട് ദുരന്തത്തിൽ തൻ്റെ മാതാപിതാക്കളെയും സഹോദരിയെയും നഷ്ടപ്പെട്ട ശ്രുതിക്ക് താങ്ങായും തണലായും എത്തിയത് സിദ്ദീഖ് MLA തന്നെയാണ്. ശ്രുതി അത് പലതവണ വ്യക്തമാക്കുകയും ചെയ്തു. ബോച്ചയടക്കമുള്ളവർ ശ്രുതിയെ ആശുപത്രിയിൽ എത്തി സന്ദർശിക്കുകയും വിശദവിവരങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് ശ്രുതിയുടെ അവസ്ഥ മനസ്സിലാക്കിയ ബോച്ചയാകട്ടെ 10 ലക്ഷം രൂപയുടെ വീടാണ് ഇപ്പോൾ ശ്രുതിക്കായി സമ്മാനിക്കുന്നത്. ശ്രുതിയെ വീഡിയോ കോൾ ചെയ്ത് കാണുകയും ശ്രുതിയോട് കാലിന് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുകയും ചെയ്തു. ബോച്ചയുടെ ചെക്കാണ് ശ്രുതിക്ക് കൊടുക്കുന്നത്. ശ്രുതിയുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് സ്വന്തമായ ഒരു വീടാണ്. ജെൻസൺ മരണപ്പെടുന്നതിന് മുമ്പും അതായിരുന്നു ആഗ്രഹിച്ചത്. ആ സ്വപ്നം ഞാൻ സാക്ഷാത്കരിക്കുകയാണ്. സ്വന്തം സഹോദരനെ പോലെ നിന്നുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. ജെൻസൺ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ ആ വാക്ക് തന്നെയാണ്, അവൾ സുരക്ഷിതയായി കയറിക്കിടക്കാൻ ഒരു വീട്. അതാണ് എന്നെ സ്പർശിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ശ്രുതിക്ക് ഇങ്ങനെ ഒരു വീട് നൽകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് 10 ലക്ഷം രൂപയുടെ ചെക്കാണ് ശ്രുതിക്ക് കൈമാറിയിരിക്കുന്നത്. ശ്രുതിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ്. ജെൻസന്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. 6 മാസം ബെഡ് റെസ്റ്റാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതിനിടയിൽ എനിക്കൊരു സർജറി കൂടിയുണ്ട്. 6 മാസം എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ജെൻസന്റെ ഏറ്റവും വലിയ സ്വപ്നമായ ജെൻസന്റെ ബിസിനസ് മുന്നോട്ട് നോക്കി നടക്കേണ്ടത് ചുമതല എനിക്ക് തന്നെയാണ്. ജെൻസൺ മരിക്കുന്നതിന് മുമ്പ് എല്ലാം എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ ജെൻസന്റെ മാതാപിതാക്കളെയും ജെൻസന്റെ ബിസിനസ്സും ഞാൻ തന്നെയാണ് നോക്കി നടത്താൻ പോകുന്നത്. ജെൻസൺ ബിസിനസ്സിന് വേണ്ടി ലോണൊക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം വീട്ടാൻ ഞാനാണിപ്പോൾ ബാധ്യസ്ഥ. ആ കാര്യങ്ങളെല്ലാം ചെയ്യാൻ എനിക്ക് ലാപ്ടോപ്പാണ് വേണ്ടത്. അത് സിദ്ദീഖ് MLAയുടെ നേതൃത്വത്തിൽ എനിക്ക് കിട്ടുകയും ചെയ്തു. 6 മാസം ഞങ്ങൾക്ക് കഴിഞ്ഞുകൂടാൻ സാമ്പത്തികപരമായി വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് സഹിക്കുന്നവർ തന്നെയാണ് ഞങ്ങളെന്നും ശ്രുതി വ്യക്തമാക്കിയിരുന്നു. എൻ്റെ ആശുപത്രി കാര്യങ്ങളെല്ലാം നോക്കാൻ വന്നതുകൊണ്ട് തന്നെ തൻ്റെ 2 സഹോദരന്മാരുടെ ജോലിയും നഷ്ടമായെന്നാണ് ശ്രുതി വെളിപ്പെടുത്തിയത്. ശ്രുതിക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ വക 15,000 രൂപ 6 മാസവും ലഭിക്കുന്ന രീതിയിലാണ് യൂത്ത് കോൺഗ്രസ് ശ്രുതിയെ സഹായിച്ചിരിക്കുന്നത്. 9,000 രൂപയാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ഈ വീടിന് അവർ വാടക വാങ്ങുന്നത്. ഞങ്ങൾക്ക് വാടക കൊടുക്കാൻ പോലും ഗവൺമെൻറ് തരുന്ന പൈസ തികയുന്നില്ല എന്ന് തന്നെയാണ് ശ്രുതി വ്യക്തമാക്കിയിരിക്കുന്നത്. എൻ്റെ സഹോദരങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ജോലി വേണം, കൂടാതെ എനിക്കും ഒരു ജോലി വേണം. ഗവൺമെൻറ് എനിക്ക് ജോലി നൽകും എന്ന തരത്തിലുള്ള വാർത്തകളും നോട്ടീസുകളുമെല്ലാം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷയിലാണ് താൻ ഉള്ളതെന്നും ശ്രുതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണെങ്കിലും ഞാൻ വെറുതെ ഇരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഞാൻ വെറുതെ ഇരുന്നിട്ടും കാര്യമില്ല. കാരണം ഞാൻ വെറുതെ ഇരുന്നാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ജെൻസൻ്റെ അച്ഛനെയും അമ്മയെയും അതേപോലെ തന്നെ എൻ്റെ ഫാമിലിയെയും ഞാൻ തന്നെയാണ് നോക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി മുന്നിട്ടിറങ്ങുകയാണ് എൻ്റെ ബിസിനസ് എൻ്റെ ഇച്ഛാൻ്റെ ആഗ്രഹം പോലെ നടത്താൻ വേണ്ടി. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും കൂടെ ഉണ്ടാകണം.